സോ ഗൈസ്, നമുക്ക് ഇന്നിതാ നമ്മുടെ ഈ ഡ്യൂക്ക് 390 കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. സോ ഇതിന് എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു വാഷിങ് കഴിയുമ്പോൾ വണ്ടി നല്ലൊരു ഷോറൂം ലുക്കായിരിക്കും തരുന്നത്. സോ ഒരു സ്ക്രാച്ചോ ഡസ്റ്റോ ഒന്നും കാണത്തില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. സോ ഫസ്റ്റ് നമ്മൾ വണ്ടി ഇതാ അത്യാവശ്യം ഡേർട്ടായിട്ട് ഇരിക്കുകയാണെന്നറിയാം. ഇവിടേക്ക് കണ്ടോ, ഇവിടെ എല്ലാം ചെളിയായിരുന്നു മഴ നനഞ്ഞതിൻ്റെ. സോ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സാധാരണ ഒരു ഡീസൽ ബോട്ടിലെടുത്ത് നമ്മൾ അത്യാവശ്യം സ്പ്രേ ചെയ്ത് ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. മെയിൻലി എൻജിൻ ഏരിയ, പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും നമുക്ക് അണ്ടർ ബെല്ലി ഉണ്ടെങ്കിൽ അത്, പിന്നെ സ്റ്റാൻഡിൻ്റെ ഏരിയ, അങ്ങനത്തെ പോർഷൻ, പിന്നെ നമ്മുടെ അലോയ് വീൽസിൻ്റെ പോർഷൻ, പിന്നെ ഈ ഒരു നമ്മുടെ ബോഡിയുടെ താഴത്തെ പോർഷൻ, ഇവിടെയൊക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ബ്രേക്ക് ഡിസ്കിലൊന്നും വീഴാൻ പാടില്ല. അതിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പാഡ് ഊരി ക്ലീൻ ചെയ്യേണ്ടി വരും. ഫ്രണ്ടും ബാക്കും ബ്രേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, എല്ലും വെച്ച് കളിക്കാൻ വേണ്ടി വന്നിരിക്കുക. ആ ചെറുക്ക ലൂയി, അവൻ്റെ പേര് ലൂയി എന്നാണ്. ഞാൻ ഇടയ്ക്ക് ചൂയി എന്ന് വിളിക്കും. അവൻ എന്തെങ്കിലും എപ്പോഴും ചൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഡീസലെല്ലാം സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ എക്സ്ട്രീം കാർ വാഷ് ഷാമ്പു. അതായത് നമ്മൾ വേവെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 5 ലിറ്ററിൻ്റെ ഒരു ക്യാനാണ്. നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാം. ഇതിന് വില വരുന്ന ഏകദേശം 1200-1300 രൂപയുള്ളൂ. ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. നല്ലൊരു സാധനമാണ്. ഞാൻ കാറിലും ഇതാണ് യൂസ് ചെയ്യുന്നത്, ബൈക്കിനും ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരു സാധനമാണ്, നമ്മൾ ഫോം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം. സോ ഇതിൽ ആ ഒരു ഷാമ്പു കുറച്ച് എടുക്കുക, വെള്ളം ഫില്ല് ചെയ്യുക, ഇവിടെ പമ്പ് ചെയ്യുക, അടിക്കുക, അത്രയേ ഉള്ളൂ സംഭവം. സോ ഇത് നമുക്ക് വേണം. ഇത് രണ്ടുമാണ് നമുക്ക് ഇനി വേണ്ടത്. സോ ഇതിൽ നമ്മൾ ഇനി ആദ്യം ഈ ഡീസലൊന്ന് ഫുൾ അടിച്ചൊന്ന് കളയണം. അപ്പോൾ ഞാൻ പ്രഷർ വാഷർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബോഷിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രഷർ വാഷറാണ്, അത്യാവശ്യം നല്ല പവറൊക്കെ ഉള്ള പ്രഷർ വാഷറാണ്. സോ നമുക്ക് പ്രഷർ വാഷർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ച് ആ ഡീസൽ കളയാം. നമുക്കിപ്പം പ്രഷർ വാഷർ എടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ വാഷർ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡീസലും പൊടിയും ചെളിയും എല്ലാം കളയാം. അപ്പം നമ്മളിതാ ഡീസൽ അടിച്ച് വെച്ചിരുന്ന ഫുൾ വാഷ് ചെയ്ത് കളഞ്ഞ് ഇപ്പം തന്നെ ഒരുവിധം വൃത്തിയൊക്കെ ആയി. പക്ഷേ ഇതല്ല, നമ്മൾ ഈ ഡീസലിൻ്റെ ആ ഒരു ഓയിലി കണ്ടൻറ്റ് എന്തായാലും വണ്ടിയിൽ കാണും. അതും കൂടെ നമ്മൾ മാറ്റണം. സോ നമുക്കിനി ഫോം അടിക്കാം. ഫോമി എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ അടിക്കാൻ വന്നത്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. സോ ഇതാണ് ഫോമി എന്ന് പറയുന്ന ആ ഒരു ഫോം നമുക്ക് അടിക്കാൻ യൂസ് ചെയ്യുന്ന സാധനം. ഇത് ഏകദേശം 1400 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല സാധനമാണ്, നല്ല രീതിയിൽ ഫോമൊക്കെ വരും. നമുക്ക് എന്തായാലും ഇതിൽ ആ ഷാമ്പു ഫില്ല് ചെയ്തിട്ട് ഫോം അടിക്കാം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇതിൽ ഓൾറെഡി ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു കുറച്ച് ഫോം മതിയാവും, ഒരു 2 ക്യാപ്പ് ഫോം മതിയാവും. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക, എന്നിട്ടിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. പമ്പ് ചെയ്ത് നമ്മൾ പമ്പായി കഴിഞ്ഞിട്ട് ഇത് അടിച്ചു കൊടുക്കും. നല്ല ഫോമാണ് വരുന്നത്, ചെറിയ രീതിയിലൊന്നുമല്ല ഫോം വരുന്നത്, നല്ല രീതിയിൽ ഫോം വരും. ഈ ഫോം എന്തിനെന്ന് വെച്ചാൽ ഈ ഡേർട്ടും ഗ്രൈമൊക്കെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതൊരു പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവുമെന്നല്ല. നിങ്ങൾക്ക് ഈ ഫോമിൻ്റെ ആ ഒരു എഫക്റ്റ് കാണിച്ചാൽ എത്രത്തോളം ഉണ്ടെന്ന്. എന്താ ഭയങ്കര തിക്കായിട്ടുള്ള ഫോമാണ് നമുക്കിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. നല്ല കിട്ടില്ല ഒരു സാധനം. ഇതാണ് ബ്രാൻഡ് ഫോമി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, അതിൽ നിന്ന് മേടിച്ചത്, ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. സോ നമ്മൾ ഫോം അടിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഗൈസ്, നമ്മൾ ഫോം അടിച്ച് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നു.
ഇനി നമുക്ക് വീണ്ടും പ്രഷർ വാഷർ വെച്ചിട്ട് ഈ ഫോം ഫുൾ അടിച്ച് കളയാം. നമ്മളപ്പോൾ ഫോം ഫുൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷാമ്പു ബക്കറ്റിൽ മിക്സ് ചെയ്യാം. ഇതെന്താ, ഷാമ്പു കുറച്ചെടുക്കുക, നമ്മൾ ഈ ഒരു ബക്കറ്റിൽ മിക്സ് ചെയ്യുന്നു. ഞാനിത് ഭയങ്കര അഴുക്കുണ്ടെങ്കിൽ കഴുകുന്നൊരു മെത്തേഡാണ്. ഇല്ലെങ്കിൽ ഞാൻ പ്രഷർ വാഷർ യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഹോസ് വെച്ചിട്ട് അടിച്ചങ്ങാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ല ഡർട്ട് ഉള്ളത് കൊണ്ടാണ് പ്രഷർ വാഷർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു സാധനമാണ് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷാമ്പൂവിൽ ടിപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ ഷാമ്പു അപ്ലൈ ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്ത് ആദ്യം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേ പോകാവുള്ളൂ. കാരണം താഴെ ചെല്ലുമ്പോൾ ഡേർട്ട് കൂടുതലായിരിക്കും. അത് അവിടുന്ന് നമ്മൾ ഈ ക്ലോത്തിലെടുത്ത് മുകളിലത്തേക്കില്ല. പിന്നെ ഡബിൾ ബക്കറ്റ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് കാറിനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബൈക്കിന് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഇതിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തുടയ്ക്കും. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് ഷാമ്പു ചെയ്തിട്ട് കാണാം. അപ്പം നമ്മളിതാ വണ്ടി ഫുൾ ഫോം ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നോക്കിക്കോ, അലോയ്സിൻ്റെ ഏരിയയൊക്കെ കണ്ടോ, ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇത് GSM കൂടിയതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. നിങ്ങൾ ഈ സീറ്റിൽ തന്നെ നോക്കിക്കോ, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ, നല്ല രീതിയിൽ വാട്ടർ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഈ ഒരു GSMൻ്റെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇട്ട് വേണം നിങ്ങൾ വണ്ടിയിൽ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കേണ്ടത്. ഇനി വേറെ നമുക്ക് വേണ്ടുന്ന സാധനം എന്താണെന്ന് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് വണ്ടിയിൽ അത്യാവശ്യം ബോഡിയിൽ എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ലൈറ്റാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ മെഗ്വയറിൻ്റെ അൾട്ടിമേറ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഞാനിത് കാറിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ബൈക്കിൽ അധികം സ്ക്രാച്ചൊന്നും പറ്റാറില്ല. സോ കാറ് നമ്മൾ വാഷ് ചെയ്ത് വരുമ്പം ചെറിയ ഹെയർ ലൈൻ സ്ക്രാച്ചോ അങ്ങനെ എല്ലാം ഉണ്ടാവും. അതിന് പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ യൂസ് ചെയ്യണം. ഇതാണ് മറ്റൊരു സാധനം. നിങ്ങൾ കോമ്പൗണ്ട് യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു വാക്സും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി പുത്തനായിട്ടിരിക്കും. ഭയങ്കര ഗ്ലേസിങ്ങും സ്ക്രാച്ചെല്ലാം മാറി ക്ലീൻ ആയിട്ടിരിക്കും. സോ ഈ പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്തേക്കും. ഇത് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് മെഗ്വയേഴ്സ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ബട്ട് ഇതിൻ്റെ ചെറിയ പാക്കറ്റ്സൊക്കെ കിട്ടുന്നത് അത് നിങ്ങൾ മേടിച്ചത് ചെറിയ ബോട്ടിൽ. സോ ഇത് രണ്ടുമാണ് നമ്മൾ ബോഡി പോളിഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതാണ്. ഞാൻ പിന്നെ ചെയിൻ ലൂബായിട്ട് യൂസ് ചെയ്യുന്ന കാവസാക്കിയുടെ ചെയിൻ ലൂബ് ക്ലാസിക്കാണ്. ഏകദേശം 600 രൂപയാണ് 500 ml. ഇതും ഞാൻ ടാഗ് ചെയ്തേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇത് നല്ലൊരു ചെയിൻ ലൂബാണ്. നമ്മുടെ ചെയിനിൻ്റെ ഡ്രൈവൊക്കെ ഭയങ്കര സ്മൂത്താവും. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇടുന്നൊരു സാധനമാണ് ബ്രേക്ക് ക്ലീനർ യൂസ് ചെയ്യും. അതായത് നമ്മുടെ ഡിസ്കിൻ്റെ കാണിച്ചു തരാം. നമ്മൾ ബ്രേക്ക് ക്ലീനർ വെച്ചിട്ട് ഈ ഡിസ്ക് റോട്ടർ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ പാഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പാഡും ക്ലീൻ ചെയ്യുന്നതാണ് ഈ ഒരു ബ്രേക്ക് ക്ലീനർ വെച്ചിട്ട്. സോ ഇത് മോട്ടീവിൻ്റെയാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും പ്രോഡക്ട്സ് ടാഗ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും വെച്ചിട്ടാണ് നമുക്കൊരു ഷോറൂം കണ്ടീഷൻ വാഷിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക്. നോർമൽ വാഷ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബക്കറ്റിൽ ഷാമ്പു എടുക്കുക, ഹോസ് വെച്ചടിക്കുക. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഒരു പുത്തൻ ലുക്ക് എപ്പോഴും ബൈക്കിന് കിട്ടും. സോ ഗൈസ്, അതാണ് നമ്മുടെ വാഷിങ്ങിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സീ യു, ബൈ.